ഈ അടുത്ത ദിവസം പണി കഴിപ്പിച്ച ഒരു പുതിയ വീടിൻ്റെ ദൃശ്യമാണ്. ഈ വീട് അദ്ദേഹത്തിന് താമസിക്കുവാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച വീടാണ്. എന്നാൽ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് താമസം മാറാനായിട്ടൊരു ആലോചന വന്നപ്പോൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ നേരത്തെ താമസിച്ച വീട് അവിടുന്ന് വിട്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇത് കൊടുത്തേക്കാണെന്നുള്ള നിലയിൽ ഇരിക്കുകയാണ്. ഇതൊരു അടുക്കളയാണ്. വലിയ മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണ്. താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. ഏകദേശം 75 ലക്ഷത്തോളം രൂപ ഉണ്ടെങ്കിൽ ഈ വീട് വാങ്ങാൻ കഴിയും. റോഡ് സൈഡാണ്. വീടിന് തൊട്ട് അടുത്തുകൂടെ പോകുന്ന ബസ് റൂട്ടുണ്ട്. അതുപോലെ തന്നെ 9 സെൻറ് സ്ഥലമുണ്ട്. വീടിൻ്റെ പുറകുവശമാണ്. അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ വിശ്രമിക്കാനും സൊറ പറഞ്ഞിരിക്കാനും തുണി അലക്കാനുള്ള കല്ലും ഒക്കെ ഉണ്ട്. എന്താണെങ്കിലും മറ്റ് ശല്യങ്ങളൊന്നുമില്ലാത്ത റിച്ച് ഫാമിലീസ് തന്നെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ആ കാണുന്ന ഈ കാറ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതിലാണ് തമ്പലക്കാട് മഞ്ചക്കുഴി പാലായ്ക്കുള്ള റോഡാണ്. നിരവധി ബസ്സുകൾ അരമണിക്കൂർ ഇടവിട്ട് ഓടുന്ന റോഡ് സൈഡ്. ആ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി ആയതുകൊണ്ട് റോഡിൻ്റെ ശല്യങ്ങളൊന്നും ഒട്ടില്ല. ഇതൊരു മറ്റൊരു ബെഡ്റൂമാണ്. നല്ല വിലയ കൂടിയ ടൈൽസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടോയ്ലറ്റ് നല്ല മുഴുത്ത ടോയ്ലറ്റാണ്. സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ചൂടുവെള്ളത്തിന് തണുത്ത വെള്ളത്തിനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. ഒരു സാധാരണ ഒരു കുടുംബത്തിന് വളരെ സന്തോഷത്തോടു കൂടി താമസിക്കാൻ കൊള്ളുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ്. ഇത് മറ്റൊരു മുറി. അതിനും വളരെ നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇതൊക്കെയായാലും താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഇതോടൊപ്പം നൽകാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പുറവശത്തൊരു പടം കൂടെ പണിയിടാം. കിണറ്റിൽ പറ്റാത്ത വെള്ളമുണ്ട്. ഇപ്പോൾ തന്നെ 1.5 ആൾ വെള്ളം കിടപ്പോയി. മുതുവേനയ്ക്ക് പോയി.
ഇതിൻ്റെ ചുറ്റുപാടുകൾക്കുള്ള സ്ഥലമാണ്. എത്ര സ്ക്വയർ ഫീറ്റാണ് ചേട്ടാ അത്? 1600 മിച്ചം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. 9 സെൻറ്റ് സ്ഥലമല്ലേ? 9 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ലൊരു 2 കാറൊക്കെ പാർക്ക് ചെയ്യാവുന്നൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പച്ചക്കറി അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടി കുറച്ച് അല്ലാത്ത കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.